നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാം. ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 5/8, 5/7, 4/3, 4/7. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ്. ഇവിടെ 4/5 വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4/5 ആദ്യം നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 4/5 ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ 4നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരിക്കുമ്പോൾ 0.8 കിട്ടും. അതുപോലെ എല്ലാത്തിനെയും നമ്മൾ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന എല്ലാത്തിനെയും ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 5/8 ദശാംശ രൂപത്തിലേക്ക് ആക്കുമ്പോൾ 0.625, 5/7 5/7 0.71, 4/3 1.33, 4/7 0.57 എന്ന് കിട്ടും. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ നോക്കാം. ഇതിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്കറിയാം 4/3 = 1.33. അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 4/3. അടുത്ത ക്വസ്റ്റ്യൻ: 1, 2, 1/4, 4, 6, 1/4. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത്. 1, 2, 1/4, 4, 6, 1/4. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 6, 1/2, 10, 1/4, 8, 9. ഇതിൽ തന്നിരിക്കുന്ന ശ്രേണിയിൽ മിശ്രഭിന്നസംഖ്യയുണ്ട്. ആ മിശ്രഭിന്നസംഖ്യയെ നമ്മൾക്ക് ആദ്യം ദശാംശ രൂപത്തിലേക്ക് ആക്കണം. ദശാംശ രൂപത്തിലേക്ക് ആദ്യം വിഷമഭിന്നമാക്കിയിട്ട് ദശാംശ രൂപത്തിലേക്ക് ആക്കാം. അപ്പോൾ 2, 1/4 ദശാംശ രൂപത്തിലേക്ക് ആക്കുമ്പോൾ 2.25 എന്ന് കിട്ടും. അതുപോലെ 6, 1/4 ദശാംശ രൂപത്തിലേക്ക് ആക്കുമ്പോൾ 6.25 എന്ന് കിട്ടും. അപ്പോൾ 1, 2.25, 4, 6.25 എന്ന് ശ്രേണി കിട്ടും. അപ്പോൾ 2.25 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1.25. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.25 ആണ്. അതുപോലെ 4 - 2.25 എന്ന് പറയുമ്പോൾ 1.75 ആണ് ഡിഫറൻസ് വരുന്നത്. 6.25 4 മൈനസ് ചെയ്യുമ്പോൾ 2.25. ശ്രേണികൾ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് 1.25, അതുപോലെ 1.75, 2.25. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0.50 ആണ്. 1.75 നിന്ന് 1.25 കുറയ്ക്കുമ്പോൾ 0.50. അതുപോലെ 2.25 നിന്ന് 1.75 കുറയ്ക്കുമ്പോൾ 0.50 ആണ്. അപ്പോൾ ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ കാണാൻ 6.25 കൂടെ 0.50 കൂട്ടണം. അപ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 1, 2, 1/4, 4, 6, 1/4. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സമഷഡ്ഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ത്? ഓപ്ഷൻസ്: 360 ഡിഗ്രി, 180 ഡിഗ്രി, 300 ഡിഗ്രി, 90 ഡിഗ്രി. ഒരു സമഷഡ്ഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 360 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ: ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻസ്: 1200, 200, 10100, 10500. അപ്പം ആദ്യത്തെ n ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n+1. ഇവിടെ n എന്ന് പറയുന്നത് 100, n+1 എന്ന് പറയുമ്പോൾ 100 + 1 101. അപ്പോൾ 100 × 101 10100. അപ്പോൾ ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10100. അടുത്ത ക്വസ്റ്റ്യൻ: √2ൻ്റെ പകുതി √k എങ്കിൽ kയുടെ വില എത്ര? √2ൻ്റെ പകുതി √k എങ്കിൽ kയുടെ വില എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 2, 1/2, 4, √2. അപ്പോൾ √k എന്ന് പറയുമ്പോൾ √2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ √2/2. അപ്പോൾ √k = √2/2 ആയാൽ അപ്പോൾ √k², അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എന്തായിരിക്കും? √2/2 ഹോൾ സ്ക്വയർ = √2 × √2 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 × 2 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ √2/2 ഹോൾ സ്ക്വയർ = 2/4 എന്ന് കിട്ടും. 2/4 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ
റൂട്ട് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ കെ എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ ആൻസർ 1/2.